ഞങ്ങൾക്ക് ചക്ക പുഷ്ക് ചെയ്യാം. ഇപ്പോൾ ചക്ക വെട്ടണം. ഇപ്പോൾ ചക്ക എടുത്ത് വന്നിട്ടുണ്ട്. ചക്ക ഞങ്ങൾക്ക് വെട്ടാം. ഇങ്ങനെ വേണം. കണ്ടത് ഓടാൽ ഒരു ചക്ക വിളഞ്ച് പോലും ഇല്ല. നയമാർഗം കണ്ടത് അതിനാലും തണ്ണിൽ മുക്കോണം പിന്നത്. കണ്ടേ അപ്പോൾ ഇതിന് ചക്കയുണ്ട്. ഇനിയിപ്പോൾ ഈ ചക്കയിലെ കുരുവെല്ലാം എടുത്ത് ഇനി ഈ ചക്കയെ അരിഞ്ഞ് വെച്ച് ഞങ്ങൾക്ക് അടുത്ത ചക്കപ്പുച്ചുക്കുള്ള കാര്യം ചെയ്യാം. ആ മക്കളെ ഇത് തുമ്പപ്പെട്ട് പാടുപെട്ട് ചക്കയെ അരിഞ്ഞ് വെച്ചിരിക്കണേ. ഇനി ഞങ്ങൾക്കിത് പുഷ്ക ചെയ്വക്ക് കൊണ്ടുപോകാം. അപ്പോൾ അരപ്പെല്ലാം റെഡിയായ ഇനി നമുക്ക് ഈ ചക്കപ്പുഴുക്കൊന്ന് നോക്കാം, വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാമേ. മണം തന്നെ നല്ല ഒരു മണമാണ്. ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലേ. മത്തിക്കോലെടുത്ത് ഇതുപോലെ ന്യായമാ കിണ്ടി വേണം എടുക്കുക. ചക്കപ്പുശുക്ക് തിൻപേക്ക് കൊട്ടുചുണ്ടാണമ ചെയ്യാം. തക്കാളിയപ്പോൾ അരച്ച് ഇങ്ങനെ വെച്ചെടുക്കണേ. എണ്ണ ഊത്തിന് പിന്നെ കടുകാമിട്ട് അരിഞ്ഞ് വെച്ചെടുക്കുന്ന ഉള്ളി. ഈ ഉള്ളിയാ ഇനി അതോടെ നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇത്തക്കിന് ഉരത്തിന് മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയാണ് ഇട്ടിങ്ങനെ കൊടുക്കും. മഞ്ഞപ്പൊടി ഇട്ടിങ്ങനെ ഒഴിച്ച് വെച്ച് കൊടുക്കണം. ഉള്ളി വെന്തോ ഇനി ഇത്തക്ക് കാന്താരി വെളുത്തുള്ളി തക്കാളി അരച്ച് വെച്ചിട്ട് ചേർക്കാം. ഇളക്കി കൊടുക്കണം. ആണം വെന്തയ അപ്പോൾ ചക്കപ്പുശുക്കും കൊട്ടുചുണ്ട ആണവും റെഡിയായ ഇനിയിപ്പോൾ തിന്നാനായി അല്ല. ഇങ്ങനെ ചക്കപ്പുശുക്ക് എടുത്ത് ഇങ്ങനെ ആണത്തിൽ മുക്കി മുക്കാരെ വേണം ഇങ്ങനെ എടുത്ത് കണ്ടത് ഇങ്ങനെ എടുത്ത് വേണം ഇങ്ങനെ അങ്ങോട്ട് കൊള്ളാം. സൂപ്പർ. എങ്ങനെ നെയ്മാർക്കിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇതുപോലത്തെ വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, തിക്കിലോണ്ട് വേറെക്കെല്ലാം ഷെയറും ചെയ്യണം.